ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ചെയ്യാം. ബിക്കോസ് ഇന്ന് ഇവയുടെ സ്കൂളിൽ ഒരു സമ്മർ കാർണിവൽ നടക്കുകയാണ്. അപ്പോൾ ഇവയുടെ പ്രോഗ്രാം ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ റെഡി ആവാൻ പോവുകയാണ്. റെഡി ആയിട്ട് വേഗം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഞാൻ റെഡിയായി. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളും 10 ഹോം മെയ്ഡ് സ്നാക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന്. അത് പഴംപൊരിയോ കൊഴുക്കട്ടയോ ഇലയുടെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പം നമുക്ക് സിന്ധു ചേച്ചിയുണ്ട്. സിന്ധു ചേച്ചി പഴംപൊരി എക്സ്പേർട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിന്ധു ചേച്ചി എനിക്ക് കുറച്ച് ഒരു കുട്ടി 10 കൊണ്ടുവരണം എന്നാണല്ലോ. അപ്പോൾ ചേച്ചി എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്, പോയി നോക്കാം. മൈദമാവ് 3 സ്പൂണ്, അരിപ്പൊടി 1 സ്പൂണ്, പഞ്ചസാര 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി. ചേച്ചി അതിൻ്റെ പാകം നോക്കി പഴം വാങ്ങിയിട്ട് വന്നു. ചിലപ്പം ഭയങ്കര ഹാർഡായിരിക്കും, പഴുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഒട്ടും പഴുക്കാത്തുണ്ടാവും. ഇത് രണ്ടും പഴംപൊരിക്ക് പറ്റത്തില്ല, ഇടത്തരം ഇത് വേണം. സോ ഇവ ഈസ് ഗെറ്റിംഗ് റെഡി. ആദു ഈസ് ഓൾമോസ്റ്റ് റെഡി. ആദം ഓക്കെ, എണ്ണ ചൂടായെന്ന് ഉറപ്പായ ശേഷം ഓരോന്നോരോന്നായിട്ട് ഇടണം. ചേച്ചി ഇതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. ചേച്ചിയുടെ പഴംപൊരി അടിപൊളിയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കടയിലും സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല പഴംപൊരി കിട്ടത്തില്ല. ഒന്നെങ്കിൽ ഭയങ്കര എണ്ണയുടെ ചവർപ്പായിരിക്കും, അല്ലെങ്കിൽ പഴുക്കാത്ത പഴംപൊരിയുടെ ടേസ്റ്റ് ഒന്നും പണ്ടത്തെ അത്രയൊന്നും ഇപ്പം എവിടെയില്ല. അങ്ങനെയാണ് നമുക്ക് ചേച്ചി ഉണ്ടാക്കി തരാൻ തുടങ്ങിയത്. പിന്നെ ഇത് അടിപൊളി. സിന്ധു ചേച്ചി ഒരു പഴംപൊരിയുടെ കട തുടങ്ങി ചേച്ചി. നമുക്കത് മാത്രം മതി. പഴംപൊരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ ആ പുറത്തെ ഇത് നല്ല ഇത്തിരി പൊന്തി ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ഒരു ഈ കളറൊക്കെ പാടാകില്ല. നമുക്ക് ഇവയ്ക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അവർക്ക് എന്തോ കിഡ്സ് സ്റ്റോൾ എന്തോ ഉണ്ട്. അത് അവർ സെല്ല് ചെയ്യണം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ പബ്ലിക്കിന് സെല്ല് ചെയ്യുകയാണ് അവരുടെ ഡ്യൂട്ടി. ഇതൊന്ന് തുറക്കുമോ നമ്മുടെ റെഡിയായ സംഭവങ്ങൾ. ചൂടൻ പഴംപൊരി. വാവ്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇവരുടെ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ലോണം മേക്കപ്പ് ഇട്ട് വരണം, സ്റ്റേജിൽ കളിക്കാനുള്ളതാണ്. പക്ഷേ എനിക്ക് മേക്കപ്പ് അത്ര ശരിക്കും അറിയത്തില്ല. പിന്നെ കുട്ടികളിൽ അത്ര ചെയ്താലും എനിക്ക് അവർ ചെയ്യുമ്പോൾ ഭയങ്കര ഓവറായിട്ട് പോണ പോലെ തോന്നുന്നുണ്ട്, അവരുടെ ഫേസ് മാറിപ്പോണ പോലെ. സോ ഞാനിത് ഒരു ആയുർവേദത്തിൻ്റെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് കുട്ടികൾക്ക് പറ്റിയത്. സോ ഞാനത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലിരുന്ന ഒരു ക്രീമും കൂടി ഇട്ടിട്ട് പരിപാടി തീർത്തു. അവൾക്ക് ഇതിനിടയ്ക്കൂടെ തൈര് കഴിക്കണമായിരുന്നു, അതായിരുന്നു അവളുടെ ഇമ്പോർട്ടൻറ്റ് പണി. ഇത് അവൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ തകർന്നു പോയത്.
കണ്ണെഴുതി കൊടുക്കാൻ അറിയാത്ത ഞാനും കണ്ണെഴുതി കൊടുക്കുമ്പോൾ അടങ്ങിയിരിക്കാത്ത ഇവയും രണ്ടും കൂടെ ചേർന്ന് നല്ലൊരു മാച്ചായിരുന്നു. കൊള്ളാമോ? കൊള്ളില്ലേ? எங்கேயோ பிறந்த என் அன்பே என்னை தேடி வந்ததே போதும் இனி வாழும் அத்தனை நாளும் மினுக்கும் மினும் மினுக்குமே. ഇത് വേറെ കളർ ഫ്രണ്ട്സ് സ്കൂളാ. അപ്പൊ ഇത് വേറെ കളർ ഫ്രണ്ട്സ് സ്കൂളാണ്. Cochin also this year between Kochi and Trivandrum, we had an opportunity to touch and transform about 500 students' lives. So Friday the Cochin camp just got over. So the same carnival happened in Kochi also. So this is we're stepping into the final weeks of the Trivandrum camp. So thanks for. So if you are a parent who believes that just a 10th, 12th certificate with 80+%. സോ നമ്മൾ വീട്ടിലെത്തി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേഗം വന്നു. എനിക്ക് വിചാരിച്ച പോലെ സത്യം പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് മഴ പെയ്തിട്ട് പ്രോഗ്രാം ആക്ച്വലി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം ഓപ്പൺ സ്പേസിലായിരുന്നല്ലോ പരിപാടി. ഇവള് സമ്മർ ക്യാമ്പിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലേക്കാണ്. എനിക്ക് അവരുടെ ഒരു തോട്ട്സും ഇന്നോവേറ്റീവ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് പൊതുവേ ഒരു ബിഗ് സ്കൂൾസിലൊക്കെ അല്ലെങ്കിൽ പൊതുവേ സ്കൂൾസിൽ കാണുന്ന ആ ഒരു ബുക്കും പഠനവും അല്ലാതെ ഇവർ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കൽ ഒരു അപ്രോച്ചിലേക്ക് കുട്ടികളെ വളർത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്തതും അവിടെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഇന്ന സെക്ഷനിൽ ഇതാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് ചെറിയ കുട്ടികളാണ്. ആക്ച്വലി അവിടെ 4ാം ക്ലാസ് വരെയേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞെന്ന് പറയുന്ന ഒരു 2ലോ 3ലോ. അപ്പോൾ ആ ഒരു ഏജിൽ തന്നെ ഇത്രയും സ്മാർട്ടായിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എല്ലാം പറയാനും ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അവിടുത്തെ ഗെയിംസ് ആണെങ്കിലും എക്സിബിഷൻസ് ആണെങ്കിലും ഒക്കെ ഈ കുട്ടികൾ മീൻസ് അവരുടെ പരിപാടിയാണത് മൊത്തം. എനിക്ക് തോന്നുന്നില്ല വേറൊരു സ്കൂളിൽ കുട്ടികൾക്ക് ഇത്രയും എല്ലാവരും ചെയ്യും എങ്കിലും ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ ഇത്രയും ഒരു പ്രാക്ടിക്കൽ. അവിടെ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോളിൽ ഈ ഒരു 2ലോ 3ലോ പഠിക്കുന്ന കുട്ടിയാണ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇന്നതാണ് വേണമെന്ന് പറഞ്ഞൊരു ഓർഡർ കൊടുക്കുമ്പോൾ ആ കുട്ടി അത് ചെയ്ത് നമുക്ക് തരുവാണ്. സോ അത്രയും അതൊക്കെ ബോയ്സ് സെക്ഷനാണ് ചെയ്യുന്നത്. കുറേ ഗേൾസ് വേറെ കുറേ, അതായത് നമ്മൾ പേരൻസ് നടന്നുമ്പോൾ വന്ന് ഈ ഗെയിമിൽ പങ്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് ഞാനും ഇച്ചും ഒരു ഗെയിമിലൊക്കെ പങ്കെടുത്തു. അവർ നമ്മളെ എൻകറേജ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു പ്രാക്ടിക്കൽ. ഇപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു റോബോട്ടിനെ സ്ക്രാച്ചിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് തന്നെ വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുറച്ച് അങ്ങോട്ടേക്കാണ് നമ്മൾ കുറച്ച് ലക്ഷ്യം വെക്കേണ്ടതെന്ന്. അപ്പം ഞാനിങ്ങനെ ഇവയും ആദുവിനെയൊക്കെ ഇനി കുറച്ചും കൂടെ അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പോൾ എനിവേ നമുക്കിനി കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനുമായിട്ട് ആ സമയത്ത് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ സൗണ്ടൊക്കെ മാറി, എനിക്കൊരു പനിക്കോള് വരുന്നുണ്ട്. ഇതൊക്കെയൊരു വർഷങ്ങളായി പനി വന്നിട്ട്, എത്രയോ വർഷമായിട്ടുണ്ട്. പക്ഷേ ഞാൻ തളർന്നു പോകുന്നുണ്ട്. സോ നമുക്ക് പിന്നെ വീണ്ടും കാണാം. ബൈ.